ഹലോ ഫ്രണ്ട്സ്, കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഓണസദ്യയ്ക്കും അല്ലാതുള്ള സദ്യകൾക്കുമൊക്കെ വിളമ്പുന്നതുമായ ശരീരത്തിന് നല്ല പോഷകാംശ ഗുണമുള്ളതുമായ പരിപ്പ് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് ചെറുപയറിൻ്റെ അളവെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. ഞാനൊരു പാൻ അടുപ്പേ വെച്ച് അത് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അളവ് അതിലേക്കിട്ട് വറുത്തെടുക്കാം. നമ്മുടെ ചെറുപയറിൻ്റെ അളവ് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. നമുക്ക് ആ വറുത്ത അളവ് ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് സ്വല്പം ഒരു ചെറിയ ഉള്ളി, ഒരു പച്ചമുളക് അരിഞ്ഞ് അതിൻ്റെ കൂടെ ഇട്ട് സ്വല്പം വെള്ളം ഒഴിച്ച് സ്വല്പം ഉപ്പും കൂടി ഇട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി, ജീരകം, ഒരു ചുവന്നുള്ളി അരിഞ്ഞത്, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ഇട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചെറുപയറിൻ്റെ അളവ് വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ച ആ തേങ്ങയും വെളുത്തുള്ളി ജീരകം എല്ലാം കൂടെ അരച്ച ആ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. സ്വല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം, കാരണം ഇത് തണുക്കുമ്പോഴങ്ങ് പറ്റിപ്പോവും. നമ്മുടെ പരിപ്പ് കറി ഇവിടെ ചൂടായി വരുന്നുണ്ട്. ഇത് തിളയ്ക്കരുത്, ഒന്ന് തികന്ന് ഇങ്ങനെ വരുമ്പോൾ തന്നെ നമ്മൾ ഗ്യാസ് ഓഫാക്കണം. ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. പരിപ്പിന് കടുക് ഇറക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചിരുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. എനിക്ക് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് നമുക്ക് അത് നമ്മുടെ പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റുള്ളതാണ് ചോറിൽ ഒഴിച്ച് കഴിക്കാൻ. ഇത് വലിയവർക്കും കുട്ടികൾക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.